ഇന്ത്യയിൽ ആദ്യം ഒരു ജേർണലിസം ക്ലബ്ബ് തുടങ്ങിയത് അലമീൻ പബ്ലിക് സ്കൂളിലാണ്. അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് സമ്മതിച്ചു. ആ കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് ആദ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം തുടങ്ങിയത് അത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പാലിയേറ്റീവ് ക്ലബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കി. അത് എന്താണ് പണ്ടൊക്കെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വയസ്സന്മാരെയും ഇട്ടുകൊണ്ട് അവർക്ക് പരി കൊടുക്കുന്നതാണ്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് പാലിയേറ്റീവ് വാസന എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ തുടങ്ങണം. CBSEയുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് AIT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ക്ലാസ്സുകളിലും പഠന ഭാഗമാക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നോർത്ത്. പക്ഷേ അവർ കൊടുത്ത എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശുഷ്കാന്തിയോടുകൂടി കുട്ടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചാലും മാത്തമാറ്റിക്സ് പഠിച്ചാലും അതെല്ലാം പഠിച്ചാലും 2030 ആകുമ്പോൾ ലോകത്ത് ചേഞ്ച് എന്താണ് വരാൻ പോകുന്നത് അറിയത്തില്ല. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുള്ള ഒരു മാനസികമായ അവസ്ഥ വളരുന്ന തലമുറയിൽ നാം സൃഷ്ടിക്കണം പിള്ളേരിൽ. അതിന് മാതാപിതാക്കളുടെ സഹകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പല മാതാപിതാക്കളും എത്ര മാർക്കുണ്ടെന്ന് മാത്രം നോക്കിക്കൊണ്ടാണ് കുട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. മാർക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖം കറുപ്പിച്ചവർക്കാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാർക്ക് കുറയുകയോ മാർക്ക് കൂടുകയോ ചെയ്താൽ അവരുടെ സ്വഭാവത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ ഏറ്റവും ഉയർത്തെത്തുന്നത്. നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഉള്ള വിദ്യാഭ്യാസത്തോടുള്ള ആറ്റിറ്റ്യൂഡും കേരളീയരുടെ വിദ്യാഭ്യാസ ആറ്റിറ്റ്യൂഡും രണ്ടും ഡിഫറൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ UPയിലൊക്കെ ഇത്രയധികം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ നിസാര ശതമാനമാണ് CBSE സ്കൂളുകളുള്ളത്. കേരളത്തിലെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന എവിടെയാണോ അത് പുലർത്തും. അല്ലാതെ മറ്റേ എത്ര ഇതുണ്ടെങ്കിൽ പറ്റുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളവർ പോലും എങ്ങനെയെങ്കിലും ഫീസ് കൊടുത്ത് CBSE സ്കൂളുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ CBSE എന്ന് പറയുന്നത് ഒരു സിലബസ് മാത്രമാണ്. ആ സിലബസിനപ്പുറത്ത് അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഒരു സ്വഭാവ രൂപവൽക്കരണമൊക്കെ ഉണ്ടാകാനുള്ള പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതാണ് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ അലമീൻ സ്കൂൾ തുടങ്ങിയപ്പോൾ അലമീൻ സ്കൂളോടനുബന്ധിച്ച് എങ്ങനെ മതപരമായ കാര്യം പഠിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട് ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ. അങ്ങനെ വന്ന് ആദ്യം ഓർത്തവരൊക്കെ പിന്നീട് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആൾ വരാൻ തുടങ്ങി. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് പിള്ളേർ ആ പകർത്തിയപ്പോഴത്തേക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ ഒരു പ്രോത്സാഹനം വന്നതുകൊണ്ടാണ് കേരളത്തിലെ CBSE സ്കൂളുകൾ ഇങ്ങനെ നല്ല നിലയിൽ വരാനുണ്ടായ കാരണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മറ്റ് പരീക്ഷകളിലുള്ള വിജയം പ്രധാന ഘടകമാണ്. സാറ് പലപ്പോഴും വിദ്യാർത്ഥികളായിട്ട് ഒരു ദൈനംദിനം ഇടപഴകുന്ന ഒരാളാണ് സാറിൻ്റെ സ്കൂളിൽ തന്നെയും അല്ലാതെയും. അപ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയെക്കുറിച്ച് രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അവർ വളരെ മിടുക്കരാണ്, പല കാര്യങ്ങളിലും ഒരുപാടധികം അറിവുണ്ട് എന്ന് പറയുന്നൊരു പക്ഷമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മാതാപിതാക്കളോടും അല്ലെങ്കിൽ അധ്യാപകരോടും വേണ്ടത്ര ഒരു റെസ്പെക്റ്റും വിനയവും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വതന്ത്ര ചിന്ത കുറച്ച് അധികമുള്ള ഒരു കൂട്ടരാണെന്ന് പറയുന്നതുകൊണ്ട് സാറിൻ്റെ ഇവരെ നേരിട്ട് കണ്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിസിൽ സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ പുതിയ തലമുറയെക്കുറിച്ച്? ഞാൻ ഇതുവരെ പറഞ്ഞതിൻ്റെ അന്തസത്തയാണ് നിങ്ങൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കേവലം എല്ലാ 100% പേർക്ക് മേടിച്ചുകൊണ്ട് പാസ്സാകുന്നതിനപ്പുറത്ത് ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു വിദ്യാഭ്യാസം പൂർത്തി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നന്മയാകുന്ന ഏതെങ്കിലും ഒരു ശീലം ശീലിച്ചാൽ അത് ഏറ്റവും വലിയ നേട്ടമായിരിക്കും. അല്ലാതെ പുതിയ തലമുറയ്ക്ക് അതിൻ്റേതായ വൈകല്യങ്ങളും നേട്ടങ്ങളുമുണ്ട്. വളരെ ഇപ്പം പത്രത്തിൽ കണ്ടിട്ടില്ലേ, സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ട് വലിയ കമ്പനികളെ പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർ പക്ഷേ അത് 4-5 വിദ്യാർത്ഥികളായിരിക്കും. ഈ 4-5 വിദ്യാർത്ഥികളുടെ ആ ഒരു വാസന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളാനും അതിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്താനും മാതാപിതാക്കളെ സഹായിക്കാനും അങ്ങനെ ഉള്ളു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്കൂളിലൊരു പ്രത്യേക ഇന്ത്യയിൽ ആദ്യം ഒരു ജേർണലിസം ക്ലബ്ബ് തുടങ്ങിയത് അലമീൻ പബ്ലിക് സ്കൂളിലാണ്. അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് സമ്മതിച്ചു. ആ കുട്ടികളുമായിട്ട്
ഇൻട്രാക്ഷൻ തുടങ്ങിയത് അവിടെ വെച്ചാണ് ആദ്യം. അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയത്, അത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പാലിയേറ്റീവ് ക്ലബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്ഷൻ. അത് എന്താണ് പണ്ടൊക്കെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വയസ്സന്മാരെയും ഇട്ടുകൊണ്ട് അവർക്ക് പഴയ കൊടുക്കുന്നതാണ്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് പാലിയേറ്റീവ് വാസന എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ തുടങ്ങണം. ഉദാഹരണം ഞാൻ പറഞ്ഞത്, കുട്ടികൾ മാതാപിതാക്കളും അപ്പൂപ്പന്മാരും അച്ഛന്മാരും ഒക്കെ അവിടെ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രായമുള്ള അപ്പൂപ്പൻ ഒരു പക്ഷേ എന്തെങ്കിലും വേദന കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്നത്, ഈ 1-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥി ഒരു പ്രാവശ്യം സ്കൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പൂപ്പനെ കണ്ട് അച്ഛാ വേദന കുറവുണ്ടോ എന്ന് പറഞ്ഞൊന്ന് ദേഹം തടകി വിട്ട് സ്കൂളിലേക്ക് പോയാൽ അതിന് താരതമ്യപ്പെടുത്താൻ മറ്റൊരു ചികിത്സയുമില്ല. അതുപോലെ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനമ്മമാരുടെ അച്ഛാ ഇന്നെ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഒരു വലിയ സംഭവം ഈ കുട്ടി ഈ മാതാപിതാക്കളോട് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം വലുതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വലിയ താല്പര്യമുണ്ടാകും. ആ ഒരു സമ്പ്രദായമാണ് ഈ പാലിയേറ്റീവ് ക്ലബ്ബുകൾ ഉണ്ടാക്കി നിൽക്കുന്നത്. ഇത് ശീലമാക്കണം. ഈ ഇപ്പോൾ തന്നെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി മുറിവ് പറ്റിയതെന്നാണ് അടുത്തിരിക്കുന്ന കുട്ടികൾ ചെന്നിട്ട് അത് കഴുകി കൊടുക്കാനും ഉള്ള ശീലം ഉണ്ടാക്കണം. ആ ശീലം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വളരും. മറ്റേ ഇപ്പം തന്നെ എത്ര പേരാ വണ്ടി ഇടിച്ച് റോഡിൽ ആൾ കിടക്കുമ്പോഴത്തേക്ക് വലിയ വലിയ കാറുകളൊക്കെ ഓടിച്ചിട്ട് കാണാത്ത പോലെ പോകുന്നത്. ഒരു മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരു അപകടം പറ്റി കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അത് മനുഷ്യ സഹജമായ സർഗ്ഗവാസനകളാണ്. അത് നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കണം. ആദ്യം വല്ല ഇത് പൊതുപോകലേക്ക് പോകാനെങ്കിൽ തന്നെയും ചെറുതായിട്ടിരിക്കുമ്പോഴാണെങ്കിലും മാതാപിതാക്കളോടും ഗ്രാൻഡ് പേരൻസിനോടും ഒക്കെ ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടി പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്ന എത്ര ഒരു നല്ല ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ അതിന് താരതമ്യമില്ലാത്തതാണ്. അതിനാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന തുടക്കത്തിലേ ഉണ്ടാകാൻ പറ്റുന്നത്. വേദന ഉള്ളവർക്ക് വേദന ഒന്നും നമ്മൾ മക്കൾ വന്നൊന്ന് തടകി തന്നാലുണ്ടല്ലോ, അത് ആസ്വദിക്കുന്നവരാണ് ഏറ്റവും വലിയ ചികിത്സ. അതാണ്. അത് നമ്മൾ ശീലിപ്പിക്കണം കുട്ടികളിൽ. അപ്പോൾ അത് ഒരു വാസനയായി വളർന്നു വരും. സാർ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ കണ്ടുവരുന്ന വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് കുട്ടികളുടെ ഇടയിൽ വളരെയധികം സ്ട്രെസ്സ്, ആങ്സൈറ്റി. പലപ്പോഴും നമ്മൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ സൂയിസൈഡുകളെ കുറിച്ച് വരെ ഇപ്പോൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാതാപിതാക്കളോട് പറയാൻ സാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അതായത് ഇപ്പം നമ്മൾ ദൈനംദിന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത്, പത്രം പിള്ളേരെ കുറച്ചെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുന്ന പോലെ അതിപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ അത് നടക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കേട്ടത്, ഒരു കഥ കേട്ടിട്ട്, അതായത് ഒരു വളർന്നു കഴിഞ്ഞവർ ചെയ്യാൻ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഒന്നും കൊടുക്കാതെ പോയി ഇരുന്നിട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ ഇയാളെ വിസ്തരിച്ചപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല എന്നാണല്ലോ പരാതി. അദ്ദേഹത്തിന് മറുപടി എന്താണെന്നറിയോ? അതെങ്ങനെ? ഞാൻ എല്ലാ ദിവസവും പത്രം നോക്കുന്നുണ്ട്, പത്രത്തിൽ അമ്മയുടെ അച്ഛൻ്റെ പടം വരുന്നുണ്ട്, മരണവാർത്ത എന്ന് പറഞ്ഞുള്ള ഒരു മറുപടി പറയാനൊരു മനുഷ്യന് ഇതുണ്ടായെങ്കിൽ എന്താണ് അത്ഭുതം. പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ടത് പഠനകാലത്തും ബാല്യകാലങ്ങളിലും ഇത് വളർത്തി ഈ യഥാർത്ഥത്തിൽ മാതാപിതാക്കളോടും വളർന്നവരോടുമൊക്കെ ഉള്ള അനുകമ്പയും ഇതുമൊക്കെ വളർത്തിയെടുത്താൽ ഇതുപോലുള്ള ക്രൂരതകൾ ഉണ്ടായിരിക്കാൻ വരും. അതുപോലെ തന്നെ കുറച്ചൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ, മനുഷ്യ സഹജമാണ് പ്രതിസന്ധി, എത്ര വലിയ ആൾക്കും പ്രതിസന്ധി ഉണ്ടാവും, കുട്ടികൾക്കും ചെറിയ പ്രതിസന്ധി ഉണ്ടാവും. കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പരീക്ഷ ഒരു പേപ്പർ എഴുതിയിട്ട് വരുമ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് തന്നെ മനസ്സിലിരിക്കും. ആ പ്രതിസന്ധിയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ വന്നിട്ട് അതുപോലെ അച്ഛനും അമ്മയും ഒന്ന് വഴക്ക് പറഞ്ഞു മഴ കിട്ടിയപ്പോഴത്തേക്ക് ആ ഒരു പ്രതിസന്ധി ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ മാതാപിതാക്കളും കുടുംബങ്ങളും ഒക്കെ ഒരു പ്രത്യേക സാഹചര്യം വീട്ടിലുണ്ടാക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒരു പക്ഷേ വെറുതെ അച്ഛൻ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ടാറ്റ എടുത്തിട്ട് വിടും, അമ്മ എല്ലാം പൊതിഞ്ഞ് കെട്ടി എല്ലാം വെച്ച് കൊടുത്തു വിടും, ടാറ്റ കൊടുത്ത് വിടും. ആ ടാറ്റ കൊടുക്കുന്നതിന് പകരം ഒന്ന് പരസ്പരം തടകി പോയി കഴിഞ്ഞാൽ ആ ടാറ്റയേക്കാൾ വലിയ ഗുണം ഈ കുട്ടികൾക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൽ ഹാബിറ്റായിട്ട് മാറും. അത് നല്ല ഹാബിറ്റ് വന്നാൽ ആ ഹാബിറ്റുള്ള കുട്ടികളെ അനുകരിക്കാൻ കൂട്ടുകാർ തയ്യാറാകും. അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന
ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന അത് പരിഹരിക്കാനുള്ള മാർഗം. സ്നേഹം, പരസ്പര ബന്ധം, അതൊക്കെ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ സത്യസന്ധത. വാസ്തവത്തിൽ എന്താണ് സത്യസന്ധത, അത് മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെ ഉപകരിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങളില്ല നമുക്ക്. എന്തെങ്കിലും പറഞ്ഞു, ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്, അതിന് പകരം എന്തെങ്കിലും വേറെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്താൽ അതിന് പ്രത്യാഘാതം എന്താണ് എന്നൊക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആത്മബന്ധം പിന്നെ സ്കൂൾ തലത്തിൽ മാത്രമല്ല കുടുംബ തലത്തിലും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ വികസിക്കും. അത് മാതാപിതാക്കളുടെ പങ്കാണ് അതിനകത്ത്. അതങ്ങനെ വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ പറയുന്ന ഒരു കാര്യം, പലപ്പോഴും കുട്ടികൾക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പഴയ ഒരു തലമുറയെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പല കാര്യങ്ങളിൽ താല്പര്യമില്ല, ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണോ സാർ? 100% ശരിയാണ്. കാരണം ഇങ്ങനെ ഈ കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനും താല്പര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചും സമ്പർക്കം പുലർത്തിയും ശീലം ഉണ്ടാക്കിയാൽ അവരോടും. മറിച്ച് നീ പോയിട്ട് വന്ന് കയറി ഉടനെ ഇന്നെന്തെല്ലാം എഴുതി, എത്ര മാർക്ക് കിട്ടി എന്ന് മാത്രം നോക്കുന്നതിനപ്പുറത്ത്, മോനെ ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നോ, നന്നായിരുന്നില്ലേ, നല്ല എഴുതിയില്ലേ, ആ നിലയ്ക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ നേരത്തെ വരുമ്പോഴത്തേക്ക് അത് കാത്തിരുന്ന് വഴക്ക് പറയുന്ന പോലെ തോന്നാൻ പാടില്ല. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ തന്നെയും അത്തരം നിസ്സാര കാര്യങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള കണ്ടിൻജൻസിയിലേക്ക് നയിക്കാറുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ബോധപൂർവം വേണം. അതിനൊരു വിദ്യാഭ്യാസമൊന്നും വേണ്ട. വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത മാതാപിതാക്കൾ എത്ര ഭംഗിയായിട്ട് കുട്ടികളെ വളർത്തുന്നവരുണ്ട്. എന്നാൽ വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പലരും തെറ്റു തരുന്നുണ്ട്. പത്രങ്ങളിൽ മാത്രം വായിച്ചു വന്നാൽ അറിയാം. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഈ മാതാപിതാക്കളിലും ഒരു ഇൻഹറൻ്റായിട്ടുള്ള ഒരു പ്രയത്നം ഉണ്ടാകണം. മാതാപിതാക്കൾ അവരുടെ പേരൻസിനോട്, ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്, നിങ്ങളത്തെ ഒരുപക്ഷേ നമ്മൾ ഈ പറഞ്ഞ അച്ഛനോടോ അമ്മയോടോ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കണ്ടാൽ അത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ പെരുമാറും. അങ്ങനെയൊക്കെ ഉള്ള ഇത് എൻ്റെ അഭിപ്രായത്തിൽ പാഠ്യപദ്ധതിയുടെ ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ പത്രം വായിപ്പിക്കാൻ വേണ്ടി ജേർണലിസം ക്ലബ്ബ് തുടങ്ങി. അതുപോലെ ഇപ്പോൾ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് തുടങ്ങിയത്. ഇത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ആരെന്ന് മാത്രമല്ല, ഇപ്പോൾ പാലിയേറ്റീവ് കെയർ പലപ്പോൾ നടത്തുന്ന ഒരു കച്ചവടം പോലെയാണ്. പാലിയേറ്റീവ് കെയർ സെൻ്റർ എന്ന് പറഞ്ഞിട്ട് നല്ല സോഴ്സ് എടുക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഇത് കൊച്ചു വീടുകളിൽ തന്നെ തുടങ്ങാം, മാതാപിതാക്കളോട് തുടങ്ങാം, ഗ്രാൻഡ് പേരൻസോട് തുടങ്ങാം. അങ്ങനെ ഒരു വാസന വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. തീർച്ചയായിട്ടും. CBSE അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും കേരളത്തിലെ CBSE സ്കൂളുകൾ ഒരു ദേശീയ തലത്തിൽ തന്നെ വളരെ നല്ല ഒരു നിലവാരം പുലർത്തുന്നു എന്നുള്ള അഭിപ്രായമാണ്. അത് എന്തുകൊണ്ടാണ് സാർ ഈ വർഷങ്ങളായി ഇത് വളർന്നു വരുന്നത്? എന്താ പറയാം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഉള്ള വിദ്യാഭ്യാസത്തോടുള്ള ആറ്റിറ്റ്യൂഡും കേരളീയരുടെ വിദ്യാഭ്യാസ ആറ്റിറ്റ്യൂഡും രണ്ടും ഡിഫറൻറ്റാണ്. അപ്പോൾ ഇപ്പോൾ UP-യിലൊക്കെ ഇത്രയധികം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ നിസാര ശതമാനമാണ് CBSE സ്കൂളുകളുള്ളത്. കേരളത്തിലെ മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന എവിടെയാണോ അത് പുലർത്തും. അല്ലാതെ മറ്റേ എത്ര ഇതുണ്ടെങ്കിൽ പറ്റുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളവർ പോലും എങ്ങനെയെങ്കിലും ഫീസ് കൊടുത്ത് CBSE സ്കൂളുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ CBSE എന്ന് പറയുന്നത് ഒരു സിലബസ് മാത്രമാണ്. ആ സിലബസിനപ്പുറത്ത് അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞ ഒരു സ്വഭാവ രൂപവൽക്കരണമൊക്കെ ഉണ്ടാകാനുള്ള പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതാണ് ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ അല്ലമീൻ സ്കൂൾ തുടങ്ങിയപ്പോൾ അല്ലമീൻ സ്കൂളോടനുബന്ധിച്ച് എങ്ങനെ മതപരമായ കാര്യം പഠിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് അവകാശം നൽകുന്നുണ്ട് ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായ പാഠങ്ങൾ പഠിപ്പിക്കേണ്ട സമയത്ത് പിള്ളേരെ പഠിപ്പിക്കാൻ. അങ്ങനെ വന്ന് ആദ്യം ഓർത്തവരൊക്കെ പിന്നീട് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആൾ വരാൻ തുടങ്ങി. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇങ്ങനെ വന്നിട്ട് പിള്ളേർ പകർത്തിയപ്പോഴത്തേക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതങ്ങനെ ഒരു പ്രോത്സാഹനം വന്നതുകൊണ്ടാണ് കേരളത്തിലെ CBSE സ്കൂളുകൾ ഇങ്ങനെ നല്ല നിലയിൽ വരാനുണ്ടായ കാരണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മറ്റ് പരീക്ഷകളിലുള്ള വിജയം പ്രധാന ഘടകമാണ്. അപ്പോൾ ആയിക്കോട്ടെ, അതോടൊപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് വളരുന്ന തലമുറയ്ക്ക് മാർഗദർശനമായി കൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി ആകണം CBSE സ്കൂള്. അതിനൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം.
സാർ ഇപ്പം മാറി വരുന്ന പല പല കാര്യങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കാണുന്നുണ്ട്. ഒരു 5 വർഷം 6 വർഷത്തിന് ശേഷം 2030 ഒരു ക്ലാസ് റൂം സാറിൻ്റെ ഭാവനയിൽ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഘടകം കൂടെ ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരും. അതായത് CBSEയുടെ ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ച് AIT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ക്ലാസ്സുകളിലും പഠന ഭാഗമാക്കുകയാണ്. ഇപ്പം 4ാം ക്ലാസ് ഞാൻ ആദ്യം ഇത് വന്നപ്പോൾ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നോർത്ത്. പക്ഷേ അവർ കൊടുത്ത എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശുഷ്കാന്തിയോടുകൂടി കുട്ടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അവസരം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇത് മാത്രമല്ല, ഓരോ കാര്യങ്ങളും ശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചാലും മാത്തമാറ്റിക്സ് പഠിച്ചാലും അതെല്ലാം പഠിച്ചാലും 2030 ആകുമ്പോൾ ലോകത്ത് ചേഞ്ച് എന്താണ് വരാൻ പോകുന്നത് അറിയത്തില്ല. ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുള്ള ഒരു മാനസികമായ അവസ്ഥ വളരുന്ന തലമുറയിൽ നാം സൃഷ്ടിക്കണം. പിള്ളേർ അതിന് മാതാപിതാക്കളുടെ സഹകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ പല മാതാപിതാക്കളും എത്ര മാർക്കുണ്ടെന്ന് മാത്രം നോക്കിക്കൊണ്ടാണ് കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. മാർക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖം കറുപ്പിച്ചവർ കാണും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ മാർക്ക് കുറയുകയോ മാർക്ക് കൂടുകയോ ചെയ്താൽ അവരുടെ സ്വഭാവത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന് നോക്കി പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടികളാണ് ജീവിതത്തിൽ ഏറ്റവും ഉയർത്തെത്തുന്നത്. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ 2030 വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ മാതാപിതാക്കളുടെ ഒരു പങ്ക് കൂടുതലായും ഉണ്ടായിരിക്കും. മാതാപിതാക്കളുടെ പങ്ക് ഏത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും മാതാപിതാക്കളുടെ സജീവമായ പങ്കാളിത്തം. അതിന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഇൻവോൾവ്മെൻറ്റ്, നോട്ട് ഇൻ്റർഫിയറൻസ്. ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടായിരിക്കും. മാതാപിതാക്കളുടെ പങ്കനുസരിച്ച് 2030 ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സ്വയം പര്യാപ്തമാകും. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കുറച്ച് വിശാലമാകും. ആ അവസരത്തിലൊക്കെ നിൽക്കുന്നതോടൊപ്പം തന്നെ എന്ത് എംപ്ലോയ്മെൻറ്റ് കിട്ടിയാലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം വളർന്ന തലമുറയിൽ വാർത്തെടുത്താൽ മാത്രമേ മാതാപിതാക്കൾക്ക് ഇഹലോകത്തിനും പരലോകത്തിനും പ്രയോജനം കിട്ടുകയുള്ളൂ. ആ ഒരു സമ്പ്രദായത്തിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മാതാപിതാക്കളും രക്ഷകർത്താക്കളും സ്കൂളും കൂടി സഹകരിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. സാറ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. CBSE അസോസിയേഷനിലും സ്വന്തം സ്കൂളിലുമെല്ലാം വിദ്യാർത്ഥി കാലത്ത് പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ ചെയ്ത ഒരാളുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നയിക്കുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ ഓർ ടീച്ചറിനോട് സാറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു അഡ്വൈസ് എന്ന് തന്നെ പറയാം, അത് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട അധികൃതർ, അത് ടീച്ചേഴ്സാകാം, മാനേജ്മെൻറ്റാകാം, പ്രിൻസിപ്പലാകാം, രക്ഷകർത്താക്കളാകാം, അവർക്ക് സ്കൂളുമായി ബന്ധപ്പെട്ടതുള്ളതും വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകണം. ഒരു കുട്ടി ഇരുന്ന് പഠിക്കുന്നു, നേരെ മറിച്ച് സൂത്രത്തിൽ വെക്കുമ്പോഴത്തേക്ക് അച്ഛനെ കാണുമ്പം ബുക്കെടുത്ത് വയ്ക്കും, അതിൻ്റെ അടിയിലിരിക്കുന്ന മൊബൈലായിരിക്കും. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടി ആ പഠനത്തെ ഇൻവോൾവ് ചെയ്യാൻ, മോനെ നാളെ പരീക്ഷയല്ലേ നോക്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം ആ മൊബൈൽ മാറ്റാൻ. അല്ലാതെ നീ എന്തിനാ മൊബൈൽ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത് എന്ന് വഴക്ക് പറയുന്നതിനപ്പുറത്ത് ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടി പങ്കാളിത്തം വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമ്പ്രദായം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടാക്കാൻ അത് സഹായിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. സ്കൂളുകളോടും സാറിൻ്റെ ഒരു സ്കൂളുകൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളിലും പ്രിൻസിപ്പൽ മുതൽ താഴോട്ടുള്ള എല്ലാവരും ഇൻവോൾവ് കാണണം. വരാന്തയിൽ കൂടെ നടന്നു പോകുമ്പോൾ 2 കുട്ടികൾ എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയല്ല എന്ന് മാറി നിൽക്കാതെ ആ അധ്യാപകനോ നോൺ ടീച്ചിങ് സ്റ്റാഫോ അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് ഒരു നാരം കൊടുത്താൽ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. അങ്ങനെയുള്ള ഇൻവോൾവ്മെൻറ്റ് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ഭാഗത്തുണ്ടാക്കാൻ അവർ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ സംസ്ഥാനമെന്ന് മാത്രമല്ല, ഇപ്പോഴും അത് ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിനെക്കുറിച്ച് പലർക്കും അസൂയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മളത് അസൂയ നോക്കാതെ, നമുക്കിവിടെ ഇനി അധികം ഭൂമിയൊന്നുമില്ല കൃഷി ചെയ്യാൻ. നമ്മുടെ കൃഷി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസമാകണം. ആ കൃഷിയിൽ നിന്നും നമുക്ക് ആവശ്യത്തിലധികം വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അതാണ് വിദ്യാഭ്യാസം എന്നാ മനസ്സിലാക്കി. നല്ല മനസ്സുകളുടെ ഒരു നിറഞ്ഞ വിളവുണ്ടാകട്ടെ. അതെ സാർ, ഈ അടുത്ത് നടന്ന നിയമ കോടതികളിൽ നടന്ന ചില വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്ന് പാലക്കാട്ടെ സ്കൂളിൽ സംഭവിച്ച കാര്യം, അതുപോലെ തന്നെ കുട്ടികൾ
കുട്ടികളോട് ചൂരലെടുക്കാം എന്ന് കോടതി പറഞ്ഞതുമൊക്കെ. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ മാറുന്ന വിദ്യാഭ്യാസ രീതിയുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? നമ്മൾ എങ്ങനെയാണ് രണ്ടിനെയും രണ്ടായിട്ട് കാണണം. പാലക്കാട്ടുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനത്തിൻ്റെ ഭാഗമായിരുന്നു. അത്തരം സംഘടനകൾക്ക് ഗ്രൂപ്പ് ഉണ്ടാകുന്നെങ്കിൽ അത് കണ്ടെത്താനുള്ള ഇൻ്റലിജൻസ് സമ്പ്രദായം ആളെ വെക്കണമെന്നല്ല, ടീച്ചർമാരും പ്രൊഫസർമാരും ആരാണെങ്കിലും അത് കണ്ടെത്തുകയും അതിൻ്റെ ഏത് സോഴ്സിൽ നിന്നാണ് ഈ വൈരാഗ്യം ഉണ്ടാകുന്നതെന്ന് തീർത്ത് അതിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ പരിഹരിക്കാൻ ശ്രമിക്കുക. ഹൈക്കോടതി ചൂരലിനെക്കുറിച്ച് പറഞ്ഞത് ചൂരലിനെ അടിക്കണമെന്നുള്ളതല്ല, ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾക്ക് അപ്പോൾ വരുമ്പോൾ അവരെ ഒരു അച്ചടക്കത്തോടു കൂടി നിർത്താൻ ഈ സാധനം കൈ പിടിക്കാം, അവൾ അടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഒരു സൈക്കോളജിക്കലായിട്ട് കൈകാര്യം ചെയ്താലേ പറ്റുള്ളൂ. ഒരു പക്ഷേ നാട്ടുപുറങ്ങളിലുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ അത് നടന്നിരിക്കും. കൊച്ചിയിലോ പരിസരത്തോ ഉള്ള സ്കൂളുകൾക്കാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഹൈക്കോടതി കണ്ടത് അതിൻ്റെ നല്ല വശം മാത്രം കണ്ടു. ഒന്ന്, കുട്ടികളെ നിശബ്ദരായിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ആ മേശപ്പുറത്ത് ചൂരലിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അവരിലുണ്ടാക്കും. അതിന് മാത്രം ഉപയോഗിക്കാം എന്നുള്ള നിലയ്ക്കാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു കൗതുകം തോന്നിയത് മിസ്റ്റർ ഇബ്രാഹിം ഖാൻ ദി അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ ഇബ്രാഹിം ഖാൻ ദ എഡ്യൂക്കേഷണലിസ്റ്റ്, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഈ വിദ്യാഭ്യാസ രംഗത്തോട് ഉണ്ടാകാനുള്ള താല്പര്യം എന്ന് പറയുന്നത്, അതൊന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം എന്ന് പറയുന്നത്, തീരുമാനം എന്ന് പറയുന്നത് എന്നെ ഒരു മതപണ്ഡിതനാക്കണം. ഞാനിങ്ങനെ ഒരു മതപണ്ഡിതനായിക്കൊണ്ട് ഒരു പുരോഹിതനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ പഠിത്തം നിർത്തി നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ റേഡിയോ വാർത്ത കേട്ടു. വിമോചന സമരം മൂലം പഠനം നഷ്ടപ്പെട്ടവർക്ക് വയസ്സും ക്ലാസ്സും നോക്കാതെ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിലേക്ക് ജയിക്കേണ്ടതാണ്. അപ്പോൾ 5ാം ക്ലാസ് ആ സ്കൂളിൽ കുറച്ചിട്ട് എന്ത് ചെയ്തു, അന്ന് വരെ 11 ക്ലാസ് ഉണ്ടായിരുന്നത് 10 ആയല്ലോ, ഒരു ക്ലാസ് കുറച്ചു. അപ്പം 5ാം ക്ലാസ്സിലേക്ക് പോകേണ്ടതിന് പകരം എനിക്ക് 6ാം ക്ലാസ് തൊടാതെ 7ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ട്, എന്നിട്ട് അങ്ങനെ അഡ്മിഷൻ കിട്ടിയതിന് പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകരെല്ലാം വന്ന് യൂത്ത് ഫെസ്റ്റിവൽ മത്സരങ്ങൾക്ക് ആളെ ചേർത്തു. ഓരോ വിഷയം പ്രസംഗ മത്സരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് നോക്കുക, ഇന്നലെ വന്ന് കയറിയവനാണല്ലോ, അവൻ എന്താ മത്സരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വ്യാഴാഴ്ച രാവും ഞങ്ങളുടെ മതപഠനം പഠിക്കുന്ന മദ്രസയിൽ പ്രസംഗ പരിശീലനമുണ്ട്, മറ്റേ ആർക്കത് കിട്ടുകയല്ലോ അങ്ങനെ. അതുകൊണ്ട് അത് സ്കൂളിലെത്തി പഠിച്ചു. അവിടെ നിന്ന് കഴിഞ്ഞ് 8ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ആയിരുന്നപ്പോഴത്തേക്ക് ബാലൻ സെക്കൻഡ് പ്രസിഡൻ്റായിരുന്നു. ഇങ്ങനെ വന്നു. മാരായസ് കോളേജിൽ ഇതുപോലെ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഞാൻ വന്നൊന്ന് കാണാൻ കയറി നോക്കി മാരായസ് കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം. അപ്പോൾ വഴിയിൽ നിന്ന് അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്നു. നിങ്ങൾ ഇബ്രാഹിം ഖാനല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അതെ, ഞാൻ എപ്പോഴും പത്രത്തിൽ കാണും ബാലൻ സെക്കൻഡ് ഉള്ളത് കൊണ്ട്. എന്താ വന്നത്? ഞാൻ ഇങ്ങനെ അഡ്മിഷൻ നോക്കാനുള്ളതുണ്ട്. 75% കുറവാണെങ്കിൽ നോക്കിയാൽ മതി, കാരണം 70 കുറവില്ലെങ്കിൽ അല്ലെങ്കിൽ നോക്കില്ല, അത്രയൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾ ഒന്ന് വാ എന്നെ മാറ്റി നിർത്തി സുകാര്യം പറഞ്ഞു. അതായത് ഒരു പുതിയ കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്, BA പാറ്റേൺ 2. അത് 40 സീറ്റുണ്ട്. നാളെ ലാസ്റ്റ് ഡേറ്റാണ്. 30 അപേക്ഷയെ വന്നിട്ടുള്ളൂ. പെട്ടെന്ന് ആപ്ലിക്കേഷൻ മേടിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ ഓരോ ടേണിംഗ് പോയിൻ്റാണ്. അങ്ങനെ മാരായസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ BA കഴിഞ്ഞപ്പോഴത്തേക്ക് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ലോ കോളേജിലെ എല്ലാ വിഭാഗക്കാർക്കും കോട്ടയുണ്ട്. അപ്പം ഞാനും കുറേ പത്രപ്രവർത്തകരും കൂടി ചേർന്ന് ജേർണലിസ്റ്റുകൾക്ക് കോട്ടയില്ല. ഞങ്ങളങ്ങനെ അന്ന് ഗൗരിയമ്മയൊക്കെ പിടിച്ച് 4 സീറ്റ് ഉണ്ടാക്കി. അതിന് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ലോ ഇത് വന്നത്. ലോയിൽ ഞാൻ അവസാന വർഷം ചെയർമാൻ സ്ഥാനത്തേക്ക് എന്നെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനാക്കാൻ വേണ്ടി തീരുമാനിച്ചു. മത്സരിച്ചപ്പോൾ വൈക്കം വിശ്വനായിരുന്നു എൻ്റെ എതിർ സ്ഥാനാർത്ഥി. അങ്ങനെ ആ റോട്ടിന് ഞാൻ തോറ്റു. അതുകൊണ്ട് എന്ത് വേണ്ടി LLB പാസ്സായിട്ട് വക്കീലായി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയനൊക്കെ ആയിട്ടങ്ങ് പോയേനെ. അപ്പോൾ ഓരോ ടേണിംഗ് പോയിൻറ്റുകളാണ്. അത് എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള ടേണിംഗ് പോയിൻറ്റുകൾ ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമുണ്ടാകും. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം
എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല കാര്യങ്ങളുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്കുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കോഴ്സിൽ അത് പലപ്പോഴും റിസോഴ്സിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയുടെ പ്രാധാന്യം പലപ്പോഴും സ്കൂളുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നാറുണ്ട്. സാറിൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറയാം. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. കാരണം സ്കൂളിൻ്റെ 4 സെക്ടർ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ്, രക്ഷകർത്താക്കൾ, ഇത് 4ഉം കൂടെ കൂടുമ്പോഴേ സ്കൂൾ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ അത് പലപ്പോഴും ഈ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. വിദ്യാർത്ഥികൾക്ക് ക്ലാസ്, അത് പ്രത്യേക ക്ലാസ് കൊടുക്കും. പേരൻസിന് ടീച്ചേഴ്സിന് എപ്പോഴും കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. പേരൻസിന് ക്ലാസ് ഉണ്ടാവും, പക്ഷേ വളരെ കുറഞ്ഞ പാർട്ടിസിപ്പേഷനേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫലം ഉണ്ടാകണമെങ്കിൽ ഈ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന അതേ പ്രാധാന്യത്തോടുകൂടി, അതായത് രക്ഷകർത്താക്കളുടെ പാർട്ടിസിപ്പേഷൻ കമ്പൽസറി ആക്കുകയും വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആദ്യകാലത്ത് കുറേ ഇതുണ്ടാക്കുന്നതിനും മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അത് വിദ്യാഭ്യാസത്തെ സഹായിക്കും. അതിന് ഒരു ഈ പുതിയ NEP-യിൽ ഒരു ചെറിയ വകുപ്പ് വന്നിട്ടുണ്ട്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് പേരൻസ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ പഠനവുമായും കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ കൺസെഷൻ മാർക്കുകൾ കൊടുക്കണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പേരൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഈ ഒരു കുറച്ച് അഹങ്കാരമൊന്നുമല്ല, കുറച്ച് തലക്കനം കൂടുതലുള്ള പേരൻസ് ഉണ്ടാകും. നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട, ഞങ്ങൾ ഇത്ര വലിയ ആൾക്കാരാണ്, അത് പറയുന്നതിന് പകരം കുറച്ച് ലഘുവായ ഭാഷയിൽ കമ്പൽസറി ആയിട്ട് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ അങ്ങനെ അച്ഛന്മാർക്ക് അങ്ങനെയുള്ള 2-3 ക്ലാസ് കൊടുത്താൽ പിന്നെ എല്ലാവരും അത് അംഗീകരിക്കും. അതൊരു നല്ല സമ്പ്രദായമാണ് നമ്മൾ തുടക്കുകയാണെങ്കിൽ. പക്ഷേ അത് പ്രഖ്യാപിച്ചോട്ട് വേണ്ട. നമ്മൾ ഇതോടൊപ്പം തന്നെ കോളേജും മാനേജ്മെൻറ്റും സ്കൂളുകളും മാനേജ്മെൻറ്റും ഇതുമായിട്ട് താല്പര്യമുള്ള രക്ഷകർത്താക്കൾ, PTA ഉണ്ടല്ലോ, താല്പര്യമുള്ള രക്ഷകർത്താക്കളുണ്ട്, അവരുമായിട്ട് ആലോചിച്ച് ഇങ്ങനെ നടക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വരികയും അത് പറ്റുമെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് വെക്കുമ്പോൾ ഒരു ദിവസം ഫുൾ ഡേ വെച്ചിട്ട് അവർക്കൊരു ലഞ്ചോടുകൂടി വെച്ചാൽ അതിന് കൂടുതൽ ഇൻവോൾവ്മെൻറ്റും പാർട്ടിസിപ്പേഷനും അവർക്കുണ്ടാവും. നല്ലൊരു സജഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പേരൻറ്റ് ഓറിയൻറ്റേഷൻ നടത്തുന്ന സെഷനുകളെ ഞങ്ങൾ പരാമർശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ദ ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ളതാണ്. സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ ആസ് എ ഗ്രാൻഡ് പേരൻറ്റ് ഓൾസോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഗ്രാൻഡ് പേരൻസിൻ്റെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും നമ്മൾ നല്ല രീതിയിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ ജനറേഷൻസിനെയും കൂടെ അതെനിക്ക് പറയാനുള്ള, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റും. അതായത് പേരൻസ് മീറ്റിംഗ് വെച്ചാൽ ഒരു 30 to 40% അറ്റൻഡ് ചെയ്യും. ഗ്രാൻഡ് പേരൻസ് മീറ്റിംഗ് വെച്ചാൽ 100% ഗ്രാൻഡ് പേരൻസും പങ്കെടുക്കുന്നുണ്ട്. ആവേശത്തോടു കൂടി സന്തോഷമായിട്ട് വന്ന് പങ്കെടുക്കും. കാരണം എന്താ പറയുക, അവർക്ക് ഒരുപക്ഷെ വേറെ ഇതില്ല, സ്വന്തം മക്കളുടെയും കൊച്ചുമക്കളുടെ ആണെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആകുന്ന ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പേരൻസ് എന്ന നിർവചനത്തിൽ പലപ്പോഴും ഗ്രാൻഡ് പേരൻസും വേണം. കാരണം മിക്കവാറും രക്ഷകർത്താക്കൾക്ക് പകരം വരുന്നത് ഗ്രാൻഡ് പേരൻസാണ്. പേരൻ്റ് എവിടെയെങ്കിലും ആയിരിക്കും. അത് ഒരു പുതിയ സമ്പ്രദായമാക്കി നമുക്ക് എടുക്കാം. നിങ്ങളുടെ സജഷൻ നല്ല ഒരു സജഷനാണ്. ഞാനത് മാനേജ്മെൻറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ സമ്പ്രദായം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഈ എല്ലാ ജനറേഷൻസിനെയും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു അപ്രോച്ച് വരുമ്പോൾ കുട്ടിയുടെ മേലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു വളരെ വലിയ പരിധി വരെ നമുക്കത് പരിഹരിക്കാൻ കഴിയും. അതാണ് ഈ മാനസികമായ സംഘർഷം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം കോർഡിയൽ റിലേഷൻഷിപ്പ്. അങ്ങനെ കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ 50% പ്രശ്നം പരിഹരിക്കും. ചിലർക്ക് ഇപ്പം തന്നെ നമുക്ക് സൈക്കോളജിക്കൽ വീക്ക്നെസ് ഉള്ളവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ്സുകളിൽ പോകുമ്പോഴത്തേക്ക് അവരിങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ അവരെ എന്തോ ഒരു മെൻ്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കില്ല. നമ്മൾ പറഞ്ഞത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ പിള്ളേരെ കൊടുത്ത് നല്ല മിടുക്കന്മാരായ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ പലതരത്തിലുള്ള പിള്ളേർക്കുള്ള വൈകല്യങ്ങൾ നോക്കിയിട്ട് ഒരു നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭാവി തലമുറയെ തന്നെ മോൾഡ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ്. അതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും സ്കൂൾ മാനേജ്മെൻറ്റും സമഗ്രമായിട്ട് കൂടി നടത്തണം. അതിൻ്റെ പുതിയ ഇതനുസരിച്ച് അധ്യാപകർ ക്ലാസ് പോലെ തന്നെ മാതാപിതാക്കളും ക്ലാസ്സുകൾ വയ്ക്കുന്ന ഒരു സജഷൻ വളരെ നല്ലതാണ്.
സാർ, ഒട്ടുമിക്ക സ്കൂളുകളിലും ഇപ്പോൾ അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോൾ CBSE തന്നെ നടത്തുന്ന ട്രെയിനിങ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പം ഇതെല്ലാത്തിനും ശേഷവും പലപ്പോഴും ഇപ്പോഴത്തെ ഒരു തലമുറയെ മനസ്സിലാക്കാനും പൂർണ്ണമായിട്ട് അവരുടെ രീതിയിൽ എൻഗേജ് ചെയ്യാനും കഴിയുന്നുണ്ടോ? ഇപ്പോഴത്തെ ഈ യങ്ങർ ടീച്ചേഴ്സിന് അത് കഴിയുന്നുണ്ടോ സാറിൻ്റെ അഭിപ്രായത്തിൽ? അതായത് ഈ ടീച്ചിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ടീച്ചിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചിലർക്ക് ഇൻഹെറൻ്റാണ്. അധികം പോലാണെങ്കിൽ തന്നെയും അധ്യാപികയാണെങ്കിൽ അവർ നന്നായിട്ട് ക്ലാസ് എടുക്കും. കാരണം അവർ 1 മണിക്കൂർ ക്ലാസ് എടുക്കണമെങ്കിൽ അരമണിക്കൂറെങ്കിലും അവർ ഹോംവർക്ക് ചെയ്തിരിക്കണം. ഞാൻ എപ്പോഴും ഇത് പറയാറുള്ളത് അബ്രഹാം ലിങ്കൻ്റെ കാര്യം പറയും. അബ്രഹാം ലിങ്കൺ ഏത് പൊതുപരിപാടിക്ക് പോയാലും അതിന് മുമ്പ് അരമണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയും. അതുകൊണ്ട് അബ്രഹാം ലിങ്കൻ്റെ പ്രസംഗങ്ങളെന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അബ്രഹാം ലിങ്കൺ ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ടീച്ചേഴ്സ് പറയുന്നത്. കാരണം ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഓസ്മോസിസ് ദ പ്രോസസ് ബൈ വിച്ച് എന്ന് പറഞ്ഞ് പഠിച്ച് പറഞ്ഞാൽ പോരാ. വാട്ട് ഈസ് ഓസ്മോസിസ്, അതെങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ കാണണം, പിന്നെ മരങ്ങൾ വളരുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന ആയിരിക്കണം ബയോളജി ടീച്ചർ അല്ലെങ്കിൽ സുവോളജി ടീച്ചർ. അങ്ങനെ പോലെ നിങ്ങൾ അതിനു മുമ്പ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പിള്ളേർക്ക് പറഞ്ഞാലുണ്ടല്ലോ, പിള്ളേർ മറക്കുകയില്ല. അത് ചില ടീച്ചേഴ്സ് ഉൾക്കൊള്ളും, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ഈ ടീച്ചിങ് ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഉള്ള ടാലൻ്റ് ഉള്ളവരെ ഇല്ലാത്തവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് ഇതിനുള്ള പരിഹാര മാർഗം. ഇതിൽ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന 20s-ലും 30s-ലും ഉള്ള യങ്ങർ ടീച്ചേഴ്സിൻ്റെ ജനറേഷനും കുറേ കൂടെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിലും ഈ ടീച്ചിങ് ടാലൻ്റ് ഉള്ളവരുടെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു അപ്രോച്ചിലൊരു വ്യത്യാസം സാറിന് തോന്നിയിട്ടുണ്ട്? അത് അപ്രോച്ചിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരിത് ഈ നല്ല പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ വ്യത്യാസം ഉണ്ടാവില്ല. അതിപ്പോൾ പുതിയവരാണെങ്കിലും ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ക്ലാസ് എടുത്താൽ ഭംഗിയായിട്ട് നടക്കും. പക്ഷേ പലപ്പോഴും ഈ മനുഷ്യ സഹജമായ ഈഗോ എല്ലായിടത്തും ഉണ്ട്. ഞാൻ MSc B.Ed ആണ്, മറ്റേ എൻ്റെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ BSc മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ എക്സലൻറ്റ് ക്ലാസ് ആയിരിക്കും BScക്കാരുടേത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി ആ ഈഗോ ഇല്ലാതെ ആ BSc പഠിപ്പിച്ച ടീച്ചറുടെ നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാകണം. അതുപോലെ കുട്ടികളോടുള്ള അവതരിപ്പിക്കുന്ന രീതി തയ്യാറാകണം. അതൊക്കെയാണ് ഈ ടീച്ചിങ് കലയുടെ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന മെത്തഡോളജിയുടെ ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ 40 പേരുള്ള ക്ലാസ്സിൽ എന്തെല്ലാം തരത്തിലുള്ളവരുണ്ടാകും. ചില ടീച്ചർമാരങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ബോർഡിൽ നോക്കി എഴുതും, പിള്ളേർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഈ 40 കുട്ടികളുടെയും ശ്രദ്ധ കൈപ്പറ്റുന്നത് കൈ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കഴിവ്. ഞാനെപ്പോഴും MP മന്മഥൻ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ പഠിപ്പിക്കുമ്പോൾ 40 പേരുണ്ടെങ്കിലും ആ ക്ലാസ് എൻ്റെ കയ്യിൽ നിന്നൊരു സൂചി വീണാൽ ഇട്ടോ എന്ന് ശബ്ദം കേൾക്കും. കാരണം മറ്റുള്ളതെല്ലാം അത്ര നിശബ്ദമാണ്. അങ്ങനെ എല്ലാവരും അത് പ്രസിദ്ധമായിരുന്നു, കേട്ടില്ല MP മന്മഥൻ സാറിനെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷകർത്താക്കൾ ടീച്ചേഴ്സ് വളർത്തിയെടുക്കുക അവർക്ക് തന്നെ നല്ലതാണ്. ഇത് ശമ്പളത്തിനപ്പുറത്ത് വാസ്തവത്തിൽ ഇതുപോലെ ഒരു നല്ലപോലെ ടീച്ചറാണെങ്കിൽ ഭാവിയിലേക്ക് നന്ദി കിട്ടുന്ന വേറെ ഒരു പ്രൊഫഷനില്ല. ഇപ്പോൾ നമ്മൾ വക്കീലെന്നുള്ളതിലേക്ക് കൊലക്കേസ് പ്രതിയെ കേസ് നടത്തി വെറുതെ വിട്ടു, അവർ 1 ലക്ഷം രൂപ ഫീസും തന്നു, അതോടുകൂടി തീർന്നു. നേരെ മറിച്ച് നല്ല 4 പിള്ളേരെ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചറാണ്. എനിക്ക് ഞാൻ മാനേന്നൊക്കെ പറയാം, ഒരു കാലത്ത് ഞാനിങ്ങനെ ബ്രോഡ്വേ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ 2 ഭാഗത്തും കസേര എണീറ്റിരിക്കും. കാരണം ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ രക്ഷകർത്താക്കളായിരിക്കും, അല്ലെങ്കിൽ ബന്ധമുള്ളവരായിരിക്കും. അങ്ങനെ ഉള്ള ബന്ധം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രൊഫഷനാണ് അധ്യാപക ജോലി. അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറായി വന്നാൽ നമുക്ക് ഈ പ്രശ്നമെല്ലാം പരിഹരിക്കും. സാർ, നമ്മളൊരു സ്കൂളിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഘടന എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻ്റ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇവരെ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ അത്ര എളുപ്പമായിരിക്കില്ല. സാറിൻ്റെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിന് ഒന്നാമത്തെ ഘടകം ഞങ്ങൾ തീരുമാനിച്ചത് ഇവർക്കെല്ലാം നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഒരു യൂണിഫോം നിശ്ചയിക്കും. അപ്പോൾ അവർക്ക് സൈക്കോളജിക്കായിട്ട് സ്കൂളിന് ഭാഗം ഫീൽ ചെയ്യും. പിന്നെ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഒരു NRI പേരൻറ്റ് അവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ റിസപ്ഷനിൽ വന്നിട്ട് പിള്ളേർ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്നു. അപ്പം ഇവരെല്ലാം മലയാളം ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ വിളിച്ചിങ്ങനെ ചോദിച്ചു,
hey, it's not English medium school. Why are you talking മലയാളം? അപ്പം അവരോട് പറഞ്ഞ് ഈവൻ അവർ ടീച്ചേഴ്സ് ആർ ഓൺലി സ്പീക്കിംഗ് മലയാളം, പിന്നെ വൈ ഷുഡ് ബി എന്ന് മറുപടി കൊടുത്തു പോലും. അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളുടെ ഇവിടെ ഉള്ള ജോലിയുള്ള എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഇംഗ്ലീഷ് സംസാരിച്ച് തരാം ഞാൻ മതിയാന്ന് പറഞ്ഞു. അതെന്താ മെത്തേഡ്? ഐ വിൽ ഗിവ് 20 വേർഡ്സ്. ഇംഗ്ലീഷിലെ 20 വേർഡ്സ് അവരെ പഠിപ്പിച്ചാൽ അവർക്ക് സുഖമായിട്ട് സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ ഇംഗ്ലീഷ് പറയാൻ പറ്റും. താങ്ക് യു പറയാം, ഹൗ ആർ യു പറയണം, വാട്ട് ആർ യു ഡൂയിങ്, വിച്ച് ഈസ് യുവർ നെയിം, ഇങ്ങനെ ഒരു 20 വാക്ക് പഠിപ്പിച്ചാൽ ഈ പിള്ളേരോടെല്ലാം ഇംഗ്ലീഷ് പറയാൻ പറ്റും നോൺ ടീച്ചിങ് സ്റ്റാഫിന് എന്ന് പറഞ്ഞു. അതനുസരിച്ച് വാസ്തവത്തിൽ ഞാനിങ്ങനെ ഒരു ക്ലാസ് വെച്ചു നോൺ ടീച്ചിങ് സ്റ്റാഫിന്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല, പെട്ടെന്ന് എന്നെ ഞാൻ വിലടിച്ചപ്പോഴത്തേക്ക് അവിടെ തന്നെ പ്യൂൺ വരുന്നപ്പോഴത്തേക്ക്, സാർ മേ ഐ കം ഇൻ? അതായത് സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ആളാണ്. ഇങ്ങനെ ഒരു പ്രായോഗികമായിട്ടൊരു ഇത് പഠിപ്പിച്ചപ്പോഴത്തേക്ക് അവർ പഠിപ്പിച്ചു. അപ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫും അപ്പോൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്, കാരണം അവരുടെ പെരുമാറ്റവും ഇതൊക്കെ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഇതിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ അവർക്കൊരു ട്രെയിനിങ്ങും അവർക്ക് പീരിയോഡിക്കൽ ക്ലാസ്സുകളും നടത്തിയാൽ അവർക്ക് ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. തീർച്ചയായും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കുട്ടികളുടെ ഇടയിലും മുതിർന്നവരുടെ ഇടയിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കുട്ടികൾക്ക് പലർക്കും വിദേശത്തുള്ള സ്കൂളുകളുടെ രീതികൾ, അവിടുത്തെ സമ്പ്രദായം എല്ലാം അവർക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു വിലയിരുത്തലിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ചും ഉള്ളൊരു വിദ്യാഭ്യാസ രീതി എന്ത് രീതിയിലാണ് ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ അതിൻ്റെ നല്ല ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചില്ല. നമ്മൾ തുടങ്ങിയ കാലത്ത് അമ്പലത്തറകളിൽ നിന്നും ആൽമരത്തിന് ചുവട്ടിൽ നിന്നൊക്കെ തുടങ്ങിയ വിദ്യാഭ്യാസം അതിൻ്റേതായ ഗുണനിലവാരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ക്ലാസ് മുറിയായി അങ്ങനെ വന്നിട്ട് ഏറ്റവും അടിപൊളി ഡെവലപ്മെൻറ്റാണ് CBSE സ്കൂളുകൾ. അപ്പോൾ അങ്ങനെ ആ CBSE ICSE സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവർക്ക് ഒരു 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 കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം തന്നെ ഇതൊക്കെ വെച്ചിട്ട് ഫോണിൽ കൂടെ കാണുമെങ്കിൽ തന്നെയും അതുപോലെ അപ്പോൾ ഞാൻ വെളിയിൽ ഇൻ്റർവ്യൂവിന് പോയാൽ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വിദേശ വിദ്യാഭ്യാസത്തിൻ്റെ ഇമിറ്റേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. വിദേശത്തോട്ട് പോയി വിദ്യാഭ്യാസം ചെയ്യേണ്ടി വന്നാൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവർ സ്വയം ആർജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ളതെന്ന് വെച്ചാൽ ഒരു 30 to 40% CBSE സ്കൂൾ പഠിക്കുന്ന പിള്ളേരും ഗൾഫിൽ ജോലിയുള്ള മക്കളാണ്. കാരണം അവർക്ക് ഒരുപക്ഷേ 1% ആൾക്കാർ ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിൽ നിർത്താൻ മാതാപിതാക്കളെ നോക്കാൻ ആരുണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ട് നിർത്തും. അവിടുത്തെ സ്കൂളുകളും 20,000-30,000 സ്റ്റുഡൻസുള്ള കേരള സ്കൂളുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇത് രണ്ടും ഓട്ടോമാറ്റിക് മിക്സ് ആകുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഇതും പഠിപ്പിക്കുന്നത് CBSE സിലബസും ഇതൊക്കെ തന്നെയാണെങ്കിലും അവരുടെയൊക്കെ അപ്രോച്ചിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ അനുഭവത്തിൽ അവിടെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ പഠിപ്പിക്കാനാണ് ആ രക്ഷകർത്താക്കൾ പിന്നെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റേ നിവൃത്തിയില്ലാത്തപ്പോഴാണെങ്കിൽ അവിടെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താമെന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്ന് ശ്രമിച്ചാൽ നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിലെ സ്കൂളുകളൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ഉടനെ പിള്ളേരെ കൊണ്ട് ചേർക്കും, പറയുന്ന ഫീസും കൊടുത്ത്. ഇപ്പം അത് പേരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ സമഗ്രമായിട്ടൊരു ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഇതിൽ പകർത്തിക്കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ആവുമൊക്കെ ഒരു മുൻകൈ എടുത്തിട്ട് വീണ്ടും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പൽമാരെയും വിളിച്ചിട്ട് ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചാൽ ദാറ്റ് വിൽ ബി എ അസെറ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾസ്. തീർച്ചയായിട്ടും സാർ. സ്കൂളുകൾ തമ്മിലും അതുപോലെ തന്നെ ടീച്ചേഴ്സും പേരൻസും സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അപ്രോച്ചാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ കൂടുതൽ അമാൽഗമേഷനും കൂട്ടും വരുമ്പോഴത്തേക്ക് മനുഷ്യൻ്റെ, ഞാനത് കോൺഫിഡൻസായിട്ട് പറയുകയാണ്, മനുഷ്യന് സഹജമായ ചിലതുണ്ടാകും. ഇപ്പം പേരൻസ് കൂടിയാൽ നല്ലപോലെ എപ്പോഴും കൂട്ടിക്കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞാലേ അടുത്ത മാസം പോലെ ഫീസ് കുറയ്ക്കണം.
ഞങ്ങളിപ്പോൾ എങ്ങനെ അടുത്താണ് എല്ലാത്തും വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്നു. അപ്പോൾ ആദ്യം ഇല്ലെങ്കിൽ സംഘടിച്ചായി, ഞങ്ങളപ്പോൾ ഒരു സമരം വന്നു. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ CBSEയുടെ സ്കൂളുകളിൽ പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണെങ്കിൽ കുറച്ച് കൊതും ഉണ്ടാകും, ടീച്ചേഴ്സും ഉണ്ടല്ലോ. അല്ലെങ്കിൽ പേരൻസിന് മാത്രം വന്നാൽ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് സ്വതന്ത്രമായ സംഘടനകൾ പലപ്പോഴും ഈ ഒരു ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാകും. പക്ഷേ അവരെ മനസ്സിലാക്കി കൊടുത്താൽ പോസിറ്റീവ്. നേരെ മറിച്ച് രക്ഷകർത്താക്കളിൽ ധാരാളം പേർ സന്തോഷമായിട്ട് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് സഹകരിക്കാനുള്ളവരുണ്ട്. അപ്പോൾ ഫീസിൻ്റെ നോക്കാതെ അങ്ങനെ നോക്കുക. അതാണ് അതിൻ്റെ ഒരു വശം. സാറിൻ്റെ വിദ്യാഭ്യാസ നാളുകളുടെ കഥകൾ തുടങ്ങി സാറ് സ്കൂൾ സ്ഥാപിച്ചതും CBSEയുടെ ചുക്കാൻ പിടിച്ചതും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു യാത്രയിൽ ഇപ്പോൾ സഞ്ചരിച്ച ഒരു തോന്നലാണ് കഴിഞ്ഞ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചിരുന്നതിന്. അപ്പോൾ സർ, താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിങ് ഫ്രം യുവർ എക്സ്പീരിയൻസ്. ആൻഡ് സാറ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്കൂളുകളും, പ്രത്യേകിച്ച് CBSE സ്കൂളുകളും കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഉന്നമനത്തിന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇതുപോലെ ഒരു നമ്മുടെ വിദ്യാഭ്യാസത്തെ മാത്രം മൂല്യമാക്കിക്കൊണ്ടുള്ള ചർച്ചകൾ വളരെ കുറവാണ്. ഇനി ചർച്ച ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് മാത്രമാണ്. ഇതിപ്പോൾ നമ്മൾ സമഗ്രമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇതെൻ്റെ ഒരു അനുഭവം എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് വിവരമൊന്നും എനിക്കില്ല. കാരണം അത് പഠിച്ചിട്ടില്ലല്ലോ. കാരണം ഇത് പഠിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ BEd പഠിക്കുമ്പോൾ ചില പെഡഗോഗിയിൽ തിയറി എന്ന് പറയുക അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പഠിക്കുന്നതൊക്കെ ഒരു പ്രായോഗികമായിട്ട് ഒരു സാധാരണക്കാരൻ്റെ അനുഭവം പങ്കുവെച്ചെന്നുള്ളതിലേക്ക് മാത്രമാണ് അവസരം തന്നതിൽ എനിക്ക് അവസരം തികഞ്ഞ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.